ഏത് ജോലിയും ചെയ്യാനുള്ള കഴിവുള്ള സമർപ്പിത മനസ്സുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ നാടാണ് എൻ്റെ ജന്മനാടായ വണ്ടൂർ കൂരാട് എന്ന പ്രദേശം. ഞങ്ങളുടെ നാട്ടിലെ CT നുമീർ എന്ന് പറയുന്ന ഒരു സകല കലാവല്ലഭനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ കാണുന്ന ഈ തെങ്ങ് മുറിക്കുന്ന പയ്യനാണത്. ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത തൊഴിലുകളായിട്ട് ഒന്നുമില്ല. തെങ്ങ് മുറിക്കും, മറ്റുള്ള മരങ്ങൾ മുറിക്കും, ഏത് ജോലിയും. അതിൻ്റെ ഇടയിൽ ഡ്രൈവിംഗ് ചെയ്യും, അതുപോലെ ആംബുലൻസ് ഓടിക്കേണ്ടി വന്നാൽ അങ്ങനെ ഓടിക്കും. അതുപോലെ ഒരു നാടിൻ്റെ ഒരു വളണ്ടിയറായി, ഒരു നാടിൻ്റെ ഒരു സമർപ്പിത പയ്യനായിക്കൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ മാറിയിട്ടുണ്ട്. ജീവകാരുണ്യ രംഗത്തായാലും ശരി, മറ്റു രാഷ്ട്രീയ രംഗത്തായാലും ശരി, ഇനി മതരംഗത്തായാലും ശരി, എല്ലാത്തിലും ഒരു നറുക്ക് ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇദ്ദേഹം അറിയാതെ തന്നെയാണ് ഈ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിന്, അദ്ദേഹത്തിന് ചെയ്യുന്ന, നാടിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾക്കുള്ളൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഈ വീഡിയോ. അതോടൊപ്പം എൻ്റെ നാട്ടിലെ എൻ്റെ വാർഡ് മെമ്പറെക്കുറിച്ചും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് വളർച്ച വന്നിട്ടുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ കൂരാട് എന്ന പ്രദേശം. 7ാം വാർഡ് പ്രത്യേകിച്ച് അതിലെടുത്ത് പറയേണ്ടതാണ്. 2 വൈസ് പ്രസിഡന്റുമാരെ കിട്ടിയ ഒരു വാർഡാണ് വണ്ടൂർ പഞ്ചായത്ത് 7ാം വാർഡ്. ഈ 7ാം വാർഡിൽ ഒരുപാട് വികസനം കൊണ്ടുവരാൻ അവിടെ ഭരിച്ചിരുന്ന വാർഡ് മെമ്പർമാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വിശേഷ ഇപ്പം സിയാദ് എന്ന പേരുള്ള ഉമ്മർക്ക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മർപ്പയാണ് ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഒരാൾ ചെയ്യുന്ന നന്മയും തിന്മയും നമ്മൾ പറയണം. നമ്മൾ പലരും നെഗറ്റീവുകൾ മാത്രമാണ് കാണാറുള്ളത്. എന്നാൽ സുബൈർ ബാപ്പു ആ രീതിയിൽപ്പെട്ട ആളല്ല. പോസിറ്റീവ് ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന നന്മയെപ്പറ്റി നമ്മൾ പ്രശംസിക്കണം. അങ്ങനൊരു പ്രശംസ ഞാൻ നൽകുന്നത് എൻ്റെ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ചെയ്യുന്ന സേവനം, ജനകീയ പ്രവർത്തകർ ചെയ്യുന്ന സേവനം, വാർഡ് മെമ്പർമാരായാലും ബ്ലോക്ക് മെമ്പർമാരായാലും ജില്ലാ മെമ്പർമാരായാലും മറ്റു MLAമാരായാലും MP മാരായാലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ സേവനങ്ങളും നമ്മൾ എടുത്തു പറയേണ്ട സമയത്ത് അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ എടുത്തു പറയണം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു എതിർ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന നെഗറ്റീവുകൾ മാത്രം പറയുക എന്നുള്ളതാണ്. അതല്ല ചെയ്യേണ്ടത്. അവർ ചെയ്യുന്ന പോസിറ്റീവുകൾ പറഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്ന മൈനസുകൾ അല്ലെങ്കിൽ അവരിൽ വരുന്ന മൈനസുകൾ നമ്മൾ പറഞ്ഞാൽ മതി. അതിന് 2ാം സ്ഥാനവും അവർ ചെയ്യുന്ന നന്മകൾക്ക് 1ാം സ്ഥാനവും നൽകിക്കൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം. നമ്മുടെ MRPയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് അംഗനവാടികളായാലും മറ്റു റോഡുകളായാലും ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്ത ഒരു വാർഡ് മെമ്പർ തന്നെയാണ്. അദ്ദേഹത്തിന് എൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അത് പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. കാരണം വെച്ചാൽ അങ്ങനെയാണ്. അതോടൊപ്പം നുമീറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ നിത്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു കാറ്റും മഴയൊക്കെ വരാൻ പോകുകയാണ്, നിങ്ങൾ മരം വീഴുകയോ മറ്റു തെങ്ങ് പൊട്ടി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ചേരും. എത്ര റിസ്ക് ഉള്ള മരങ്ങളായാലും എത്ര ബുദ്ധിമുട്ടുള്ള ഏരിയകളിലായാലും ശരി, ഇനിയിപ്പോൾ കറണ്ടിൻ്റെ ലൈൻ കൂടെ പോകുന്ന മരങ്ങളായാലും ശരി, ഇനി കിണറ്റിക്ക് തൂങ്ങുന്ന രീതിയിലുള്ള മരങ്ങളായാലും ശരി, മറ്റു വീടുമേലേക്ക് വന്ന മരങ്ങളായാലും ശരി, ഏത് മുറിക്കാനും അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.